പ്രാർത്ഥനയുടെ പ്രാധാന്യതയെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടും. യെശയ്യാ പ്രവചനം 62-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. യെശയ്യാവ് 62 അതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ ഒടുവിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കരുത്. 6-ാം വാക്യം മുഴുവൻ യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കരുത്. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന. നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറത്ത് സ്വാധീനം പ്രാർത്ഥനയ്ക്ക് ഉണ്ട്. എന്തുകൊണ്ടോ അതിലേക്ക് തിരിയാൻ കഴിയാതെ നമ്മെയും നമ്മുടെ ചിന്തകളെയും ആരോ അപഹരിച്ചു കളയും. പ്രാർത്ഥനയുടെ പ്രാധാന്യത തിരിച്ചറിയുവാൻ ദൈവം നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കിയെങ്കിൽ കൊള്ളായി. പ്രസംഗിക്കുന്ന ആളുകൾ നമുക്ക് ധാരാളമുണ്ട്, പാടുന്ന ആളുകളും ഉണ്ട്, എഴുതുന്ന ആളുകളുണ്ട്, പ്രാർത്ഥിക്കുന്ന ആളുകൾ കുറവാണ്. ഈ സഭയുടെയൊക്കെ ആരംഭകാലത്ത് പ്രാർത്ഥന വീരന്മാർ തന്നെ ഉണ്ടായി. വെളുപ്പിനെ 3 മണി മുതൽ 4 മണി മുതലൊക്കെ തുടങ്ങിയ 6 മണി വരെ മുട്ടിന്മേൽ നിൽക്കുന്ന ആളുകൾ ആയിരുന്നു ഈ സഭയുടെ ജീവൻ. എന്നാൽ അങ്ങനെയുള്ള ഒരു സംഗതി വളരെ കുറഞ്ഞുപോയ ഒരു സമയമാണ് ഈ കുറേ വർഷം. വേറെന്തിലേക്കോ ആളുകളുടെ ശ്രദ്ധ പോയി. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമായിരിക്കാമത്. പ്രാർത്ഥിക്കാനായി ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യനുണ്ടെങ്കിൽ ദൈവത്തിന് അയാളെ കടന്നു പോകാൻ കഴിയില്ല. പ്രാർത്ഥനയുടെ പ്രാധാന്യത മനസ്സിലാക്കാൻ ഇതുപോലെയുള്ള വാക്യങ്ങൾ പലതുണ്ട്. ഇടിവിൽ നിൽക്കുവാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു എന്ന് എസെക്കിയേലിൽ പറയും. ഇടിവിൽ നിങ്ങൾ കയറിയിട്ടില്ല എന്ന് വീണ്ടും എസെക്കിയേൽ പറയും. പക്ഷപാതം ചെയ്യുവാൻ ആരെയും കാണായിക കൊണ്ട് ആരും ഇല്ലെന്നവൻ കണ്ടു. പക്ഷപാതം ചെയ്യുവാൻ ആരും ഇല്ലായികയാൽ ആശ്ചര്യപ്പെട്ടു എന്ന് യെശയ്യാവ് 59:16 എഴുതിയിരിക്കും. പക്ഷപാതം ചെയ്യുവാൻ ആരും ഇല്ലായികയാൽ ദൈവം ആശ്ചര്യപ്പെട്ടു എന്ന് 59:16 എഴുതിയിരിക്കും. ഇത് ഭയങ്കര വാക്യങ്ങളാണിത്. പ്രാർത്ഥന ഇത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണെന്ന് ദൈവത്തിനറിയാം, മനുഷ്യർക്കറിയില്ല. ഇതിന്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചില പ്രാർത്ഥനകളെ അല്ലെങ്കിൽ ചില സംഭവങ്ങളെ നമുക്ക് പറയാം. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ശക്തിയുണ്ട്. സിമ്പിളാ. ഇവിടെ മസിൽ പവർ അല്ല. എന്നെ വിടാൻ പറഞ്ഞപ്പോൾ മസിൽ കൂടുതൽ യാക്കോബിനാണെന്ന് അവിടെ അർത്ഥമില്ല. അപ്പൊ ദൈവത്തിനൊരു ബലഹീനതയുണ്ട്. ഹോളി വീക്ക്നെസ് എന്ന് വേണേ വിളിക്കാം. ഭയങ്കരമായിട്ട് കരയുന്ന ആളെ ഉപേക്ഷിച്ച് ഒരു സ്റ്റെപ്പ് എടുക്കാൻ ബുദ്ധിമുട്ടത്. വട്ടം നിന്ന് കർത്താവ് എന്നെ സഹായിച്ചേ പറ്റുമെന്ന് പറഞ്ഞാൽ നീ പോടാന്നൊക്കെ പറഞ്ഞ് പോകാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നം ദൈവം. പിന്നീട് പ്രവാചകൻ പറയുന്നുണ്ട് അവൻ കരഞ്ഞ് അപേക്ഷിച്ചു എന്ന്. അപ്പോ യാക്കോബ്
ദൂതനെ ജയിച്ചത് കണ്ണുനീര് കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ്. ദൈവത്തിന്റെ ബലഹീനത മനസ്സിലാക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്ക് അത്ര ശക്തിയുണ്ട്. ഇതേ പ്രയോഗം പുറപ്പാട് പുസ്തകത്തിൽ കാണാം. 32:10. എന്നെ വിടുക, ഞാൻ എന്തെങ്കിലും അത് ചെയ്യാൻ പോകും. തുടർന്ന് വായിക്കും എന്ന് പറഞ്ഞ മോശ പറഞ്ഞ് ഞാൻ വിടുകയല്ല. എന്നെ വിടുക, ഞാൻ ഇതിനെല്ലാം നശിപ്പിക്കാൻ പോവാം. മോശ പറഞ്ഞ് ഞാൻ വിടുകയില്ല. ബലപ്രയോഗമല്ല, പ്രാർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ ഒഴുകിപ്പോണ ചിലതിനെ തടഞ്ഞു നിർത്താൻ പറ്റും. കൈവിട്ടു പോയ ചില കേസുകളെ തിരിച്ചെടുക്കാൻ പറ്റും. തള്ളിക്കളഞ്ഞ ചില കേസുകളെ നേടിയെടുക്കാൻ പറ്റും. ശൂന്യമായി പോയ ചിലതിനെ ഫലഭൂയിഷ്ഠമാക്കാൻ പറ്റും. പ്രാർത്ഥന കൊണ്ട് ഇത്ര ശക്തി പ്രാർത്ഥനയ്ക്കുണ്ടോ? ഉണ്ട്. പ്രസംഗിക്കുന്നവന് ദൈവത്തെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല, പ്രാർത്ഥിക്കുന്നവന് ദൈവത്തെ പിടിച്ചു നിർത്താം. എഴുതുന്നവന് ദൈവത്തെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല, പ്രാർത്ഥിക്കുന്നവന് ദൈവത്തെ പിടിച്ചു നിർത്താം. ലോകത്തിൽ പലരും പലതും ചെയ്തു, പക്ഷേ നിന്റെ ശക്തിയല്ല ദൈവത്തിന്റെ ശക്തി. നിന്റെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ജ്ഞാനം. നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, ദൈവത്തെ പിടിച്ച് നിർത്തുക. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രാർത്ഥനയോടെ ബന്ധി പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പല കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും അതിലാദ്യം പഠിക്കേണ്ടത് പ്രാർത്ഥന പ്രാധാന്യതയാണ്. എന്ത് പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കരുത്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കയറി ആദ്യം പഠിച്ച പ്രാർത്ഥന ഇല്ലാതെ ഭൗതികം ഒന്നും ചോദിക്കരുത്. താല്പര്യം ഓക്കെ, സമ്മതിച്ചു. എന്തേലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണോ? ABCD പഠിച്ചിട്ട് വേണമല്ലോ PhDക്ക് പോകാൻ. പ്രാർത്ഥിക്കാത്തൊരു സമൂഹമാണ് നമുക്കുള്ളത്. അതിന്റെ നടുവിലാണ് ഭൗതികമല്ല പ്രാർത്ഥിക്കേണ്ടത്. ഓക്കെ, സമ്മതിച്ചു. ആദ്യം ഭൗതിക 100 തെളിവ് തരാം. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ചെറുപ്പക്കാരനെ യേശു സൗഖ്യമാക്കി. അവനോട് അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാ, യേശു പാപിയാണോ അല്ലയോ എന്ന് പോലും എനിക്കറിയാം, എനിക്ക് സൗഖ്യം കിട്ടിയിരിക്കുന്നത് കണ്ടോ. അപ്പൊ അവന്റെ ഭൗതിക കാര്യത്തിൽ അവന് അന്നേരം കോൺഫിഡൻസ് ഉള്ളൂ. വഴിയരിയിലിരുന്ന മറ്റൊരു മനുഷ്യൻ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, നിനക്ക് എന്ത് വേണം? എനിക്ക് കാഴ്ച ലഭിക്കണം. അവനത് കിട്ടി. അവന് സ്വർഗസ്വനായ പിതാവ് എന്ന് അറിയില്ല, അവൻ ലോർഡ്സ് പ്രേയർ പഠിച്ചിട്ടില്ല, പക്ഷെ അവൻ നിലവിളിക്കാൻ പഠിച്ചു. അവന് സൗഖ്യം കിട്ടി. അപ്പോ വേണ്ടത് പഠിക്കുന്നതിന് മുമ്പ് വേണ്ടാത്തത് പഠിച്ചു. അങ്ങനെ ഒരു കുഴപ്പം സാറക്കാർക്ക് പറ്റുന്നുണ്ട്. കർത്താവിനെ സമീപിക്കാൻ പഠിക്കുക, കർത്താവിനെ സ്വാധീനിക്കാൻ പഠിക്കുക, കർത്താവിനെ വശത്താക്കാൻ പഠിക്കുക. അവനെങ്കിലേക്ക് ചാഞ്ഞു എന്നൊരു വാക്കില്ല 40-ാം സങ്കീർത്തനത്തിൽ. അതെ, യഹോവയ്ക്കായി കാത്തിരുന്ന അവനെങ്കിലേക്ക് ചാഞ്ഞു. ദൈവത്തെ വളയ്ക്കാൻ പറ്റും. ഒരു പോസ്റ്റ് ഒരിടത്ത് നിൽക്കുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് 100 കൊല്ലം തപസ് ചെയ്ത പോസ്റ്റ് വളഞ്ഞു വരികയില്ല. പക്ഷെ ഈ പോസ്റ്റിനെ സൃഷ്ടിച്ചവൻ വളഞ്ഞു വരും. അവനെങ്കിലേക്ക് ചാഞ്ഞെന്ന് എഴുതി. ഒരു മരത്തെ വളയ്ക്കാൻ പറ്റിയില്ല നിന്നെ കൊണ്ട്, എന്നാൽ ഇതിനെ മുഴുവൻ നിർമ്മിച്ചവൻ വളർന്നു.